ഹലോ, ഇന്ന് നമുക്ക് പെട്ടെന്നൊരു കടലക്കറി തയ്യാറാക്കാം. അതിന് വേണ്ടി തലേദിവസം ഞാൻ കടല കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് രാവിലെ എഴുന്നേറ്റ് കുക്കറിലേക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം കടല നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇടുക. അതിന് ശേഷം അതിനകത്തേക്ക് ഒരു കിഴങ്ങ്, ഒരു തക്കാളി, ഒരു സവോള, ഇത് മൂന്നുമാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് മൂന്നും കൂടെ അതിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷം ഞാനിവിടെ 1 സ്പൂൺ ഗരം മസാലയാണ് എടുക്കുന്നത്. 1 സ്പൂൺ ഗരം മസാല ഇടുക. 1 സ്പൂൺ ഗരം മസാല ഇട്ടതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ കടല വേവിക്കാൻ ആവശ്യമായ വെള്ളം അതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന്, അതായത് ആ പൊടികളും ആ വെള്ളം എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഗ്യാസ് കത്തിച്ച് നമ്മൾ കുക്കർ അടുപ്പത്തേക്ക് വെക്കുക. കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരു 10 വിസിലാണ് വിട്ടിരിക്കുന്നത്. കടല വേവാൻ ഒരു 9-10 വിസിൽ വേണ്ടി വരും. അത് വിസിൽ വന്ന് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഒരു ചെറിയ ചീനച്ചട്ടി വെക്കാം. ചീനച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഞാനൊരു അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 2 സ്പൂൺ കടുക്, വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം 2 സ്പൂൺ കടുക് ഇടുക. കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് അല്പം കറിവേപ്പില ഇടുക. കറിവേപ്പില നന്നായിട്ടൊന്ന് പൊട്ടി ഇതായി വരുമ്പോഴേക്കും ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഞാനിവിടെ 3 സവോളയാണ് എടുത്തിരിക്കുന്നത്. 3 സവോള, ഒരു 2 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, 2 ഇഞ്ചി, ഒരിത്തിരി ഇഞ്ചി, അതും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഞാനിവിടെ പേസ്റ്റ് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നത്. നന്നായിട്ട് ഇളക്കി ഇതേ പരുവത്തിൽ വരുമ്പോഴേക്കും അതിലേക്ക് 2 ചെറിയ പച്ചമുളക് ഇടുക. ഞാനിവിടെ കാന്താരിയാണ് എടുക്കുന്നത്. അതിലേക്ക് തന്നെ ഒരു നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ തക്കാളി, അതായത് ഒരു തക്കാളി 2 തക്കാളിയാണ് എടുത്തിരുന്നത്. അതിൽ നിന്ന് ഒരു തക്കാളി ആദ്യം കടയിലേക്ക് ഇട്ടു. അതിനുശേഷം ഒരു തക്കാളിയിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റുക. അന്നേരത്തേക്കും കടല നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. വിസിലെല്ലാം പോയി നല്ല പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ അതിലേക്ക് ആവശ്യമായ പൊടികൾ, അതായത് ഞാൻ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആ പച്ചമണം മാറുമ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല അത് അതിലേക്ക് ഇടുക. എല്ലാ കടലയും അതിനകത്തേക്ക് ഇട്ട് വെള്ളം ഒഴിക്കാതെ തന്നെ ആദ്യം മുഴുവൻ കടല ഇടുക. ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ കുക്കറിലെ വെള്ളവും കടലയും എല്ലാം കൂടെ അതിലേക്കങ്ങ് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ പാകത്തിന് ഉപ്പ്, മുളക്, എരിവ് എല്ലാം നോക്കുക. ഇതിനകത്ത് ലേശം ഉപ്പ് കുറവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അല്പം ഉപ്പിടുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. എല്ലാ ഭാഗത്തേക്കും പറ്റുന്ന പോലെ തന്നെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസ് പാലാണ് എടുക്കുന്നത്. പാല് അതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം അതേപോലെ തന്നെ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രം ചെറുതായിട്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. പാല് ഒഴിച്ചതിന് ശേഷം നമ്മൾ തീ കത്തിച്ച് തിളപ്പിക്കാൻ പാടില്ല, കറി അഴുക്കായി പോവും. കറി നന്നായിട്ട് കുറുകി നല്ല പരുവത്തിലായിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ പുട്ടിനും അപ്പത്തിനും ചോറിനും എന്തിനു കൂടെയും ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്.